വായിച്ചോണ്ട് എനിക്ക് വായിക്കണം ഐ വാണ്ട് ബിഗ് ബോസ്. തീർച്ചാനും വെച്ച കരയാനും വെച്ച. എന്തൊരു മൊണ്ണയാണ് ഈ നെവിന്. ഇത് ടാസ്കിൻ്റെ അടിയത്തെ അടിയൊന്നുമല്ല, ഇത് ടാസ്ക് ലെറ്റർ വായിക്കണതിൻ്റെ മുമ്പുള്ള അടിയാ. ഈ നവീന എന്ന് പറയുന്ന മൊണ്ണല്ലേ, വന്നത് മുതൽ ഇങ്ങനെ തന്നെ എനിക്ക് വായിക്കണം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. ഇവൻ്റെ ഈ വർത്താന ആംഗ്യങ്ങളൊക്കെ കാണുമ്പോഴേ മുന്നത്തെ ഒരു സീസണിൽ റിയാസ് സലീമ എന്ന് പറയുന്ന ചെക്കുണ്ടാവും, ഓൻ്റെ അതേ ഒരു ഇതുമാരുണ്ട്. അധികം ഞാൻ പറയണ്ടല്ലോ. റിയാസ് സലീം പിന്നെ ബിഗ് ബോസ് അടിച്ചു വാരി തൂത്തിട്ടാണ് പോയത്. പക്ഷേ ഈ മൊണ്ണനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നണില്ല. ഇത് എന്തൊരു മൊണ്ണയാണ്, വല്ലാത്തൊരു മൊണ്ണേനെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എല്ലാവരും ചെയ്യണമാതിരി മിനിറ്റിന് വീഡിയോ ഇടാനൊന്നും എനിക്ക് സാഹചര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം. എന്നാൽ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഒരു ടാസ്ക് കൊടുത്തു, ഇരട്ടപ്പേര് വെക്കണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ഇരട്ടപ്പേര് വെക്കുക, നിങ്ങൾക്ക് ദേഷ്യമുള്ള ആൾക്കാർ ഇരട്ടപ്പേര് വെക്കുക. പരമാവധി എല്ലാവരും എന്താ കാട്ടി അനീഷിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു, ദേഷ്യമുള്ള ആളതിൽ. പക്ഷേ ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ, ഇവരെല്ലാവരും പാടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അനീഷ് ഒന്നും കൂടി പൊന്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. ഈ ഗെയിമിനൊരു പ്രത്യേകത ഉണ്ട്, ആരിനെയാണ് എല്ലാവരും പാടെ കൂടുതൽ ടാർഗറ്റ് ചെയ്യണത് ഓരോക്കരെ ഇതിന് പൊന്തി വരിക. അത് പോട്ടെ, ആര് പൊന്തും ആര് താഴ്ന്നൊക്കെ നമുക്ക് കാണാം. ഈ ടാസ്കിൽ രേണുവിന് ഒരു മുട്ടൻ പണി കിട്ടി, അതൊന്ന് കണ്ടോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്കാണ് ഇട്ട പേര്. അക്ബർ ഖാൻ ഇതൊരു ഭൂലോക തോൽവിയാണ്. ഇവന്റെ വിചാരം എന്താ അറിയോ, ഇവൻ വലിയൊരു തേങ്ങയാണെന്നൊക്കെ അവൻ്റെ വിചാരം. ഇവൻ ഈ സീസണിൽ വന്ന മുതൽ തന്നെ എല്ലാവരെയും പേടിപ്പിച്ചിട്ടും വലിയ വിറപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളാണ്. സത്യത്തിൽ ആരും പേടിക്കണമെന്നില്ല, അത് വേറെ കാര്യം. ഇവൻ്റെ മെയിൻ പരിപാടി എന്താ അറിയോ, ഇവൻ എല്ലാ ഏണിയിലും പോയി കയറുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാം. രേണുവിൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പലതും വിളിച്ചു പറയാൻ തോന്നും. പക്ഷെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിയപ്പെടുന്ന ഗായകനൊക്കെയാണ്, ഒരുപാട് ഫാൻസും കണിക്കണ്ടൊക്കെ ഉണ്ടാവും. ഓരോക്കെ മുന്നിൽ ഇപ്പം എന്തായി, ഇവൻ്റെയൊക്കെ മുഖം മൂടി അഴിഞ്ഞിട്ട് പോകണം. അതാ പറയണത്, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരെ ക്യാരക്ടറുകളൊക്കെ പുറത്തേക്കൊണ്ട് വരും. എന്നിട്ട് അങ്ങനെ പറഞ്ഞതിന് രേണു പ്രതികാരം ചെയ്താ, അതൊന്ന് കണ്ടോക്കി. അമ്മമാർ വളർത്തുന്ന ആ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണു സുധി എന്ന കണ്ടസ്റ്റന്റ്. എന്നെ സെപ്റ്റി ടാങ്ക്, വെറും സെപ്റ്റി ടാങ്ക്, എല്ലാവർക്കും പേര് കിട്ടി, ക്യൂട്ടി പൈ, ക്യൂട്ടി, അത് ഇത് എനിക്ക് തോന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെപ്റ്റി ടാങ്ക് എന്ന ഒരു ഇരട്ടപ്പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതാണ് ആ ടുട്ടുമോൻ അങ്ങനെ വിളിച്ചതിന് രേണു പ്രതികാരം ചെയ്ത് കണ്ടില്ലേ. നാഗവല്ലിയെ പോലെ രണവല്ലി ക്യാമറക്ക് മുന്നിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെ കഴിഞ്ഞു പോയ കുറേ മുന്നുള്ള സീസണിൽ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് ചീറ്റിപ്പോയ സംഭവമാണ്. ഇതിന് പകരം എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ടാസ്ക് കണ്ട് കഴിഞ്ഞിട്ട് നേരെ കുണുവാവിൻ്റെ എത്തി എന്നിട്ട് അതിശക്തമായിട്ടാണ് ചോദിക്കേണ്ടിയിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് കയ്യടി അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിനെ പോലെ തന്നെ രേണു അവിടുത്തെ ഒരു മത്സരാർത്ഥിയാണ്. എന്തായാലും അക്ബർ അങ്ങനെ വിളിച്ചത് മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. പിന്നെ ഈ ആദിൽ നൂറൊക്കെ എന്തിനാണ് വന്നിക്കണമെന്നാവോ, അതൊക്കെ പോലും മറന്നു തോന്നുന്നുണ്ട്. വല്ല വൃന്ദാവനത്തിൽ കൂടെ നടക്കണമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൗസർ ഇട്ടും ഇങ്ങനെ നടക്കുകയാണ്, അല്ലാതെ എന്താ പോലൊക്കെ ചെയ്യണേ. പിന്നെ ഷാനവാസിന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു തട്ടിട്ടിയും കൊണ്ട് ചെറിയൊരു മാറ്റം വന്നിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതൊന്നും ഉണ്ടാക്കണേ നടക്കുന്നുണ്ടോ നമ്മൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടോ? ഇയാൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് മാറ്റണം. പൊന്ന് ഷാനവാസ് ഭായ് തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. അത് നിനക്ക് എന്നെ അറിയാത്തോണ്ടാ, അറിയേണ്ട ഒരു ആവശ്യമില്ല. അല്ല ഈ രുദ്രനെ പിടിച്ചു നടക്കേണ്ട ആവശ്യം എനിക്കില്ല. മണിക്കൂറായിട്ട് തന്നെ ഞാനായിട്ട് നടന്നാൽ തന്നെ മതി നിന്നെ എടുത്തിടാ. ഇയാളായിട്ട് നടന്നാലും ഇയാളുടെ ഏത് ക്യാരക്ടറായിട്ട് നടന്നിട്ടും കാര്യമില്ല. ഈ ഷാനവാസ് വന്നപ്പോൾ പരമാവധി വെറുപ്പിക്കേണ്ടൊക്കെ വെറുപ്പിച്ചിക്കണു. ഒരുമാതിരി കുട്ടികൾ കാട്ടിന്ന മാതിരിയൊക്കെ കാട്ടിന്ന്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറിയ തട്ടുകളൊക്കെ കിട്ടിയപ്പോഴേ ആളിപ്പോൾ ഒരു ചെറിയ രുദ്രനായി മാറണുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ അപ്പാനി രവി, അത് പറയണോ, ഷപ്പാനി രവി എന്നാ നല്ലത്. ഈ ഷപ്പാനിൻ്റെ കാര്യം അക്ബറിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് വെറുതെ എന്തൊക്കെ സിനിമ ഡയലോഗൊക്കെയാണ് പറയണത്. അല്ലെങ്കിലും ഈ മാസ് കാണിച്ചു വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഈ ഷപ്പന്മാരായിട്ട് ഇവിടുന്ന് തിരിച്ചു പോകും. അത് തന്നെ എല്ലാവരും കണ്ടിക്കണം. ഇങ്ങനത്തെയൊക്കെ ആൾക്കാരെ പിന്നാലെ എപ്പോഴും ഒരു 2-3 ആൾക്കാർ വേണ്ടി വരും, എപ്പോഴും ഒരു ഗ്യാങ് ആയിട്ടേ നടക്കുള്ളൂ. എന്തായാലും ഈ സീസണിൽ ഗ്യാങ്സ് ഒന്നും നടക്കുന്നു തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിസ്റ്റുകളുടെ ഒരു കൂമ്പാരാണ്, എപ്പോഴാണ് എന്തൊക്കെ പണിയാണ് കൊടുക്കണമെന്ന് പറയാൻ പറ്റുന്നില്ല. ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും ബിഗ് ബോസ് പറയും ആ ഒപ്പമുള്ള ആൾക്ക് തന്നെ പണി കൊടുക്കാൻ. 7ൻ്റെ പണി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ പണിയൊന്നും എഴുതിയില്ല, നല്ല മുട്ടൻ പണികളെ കൊടുക്കണം ബിഗ് ബോസ്. എന്തായാലും ഇവറ്റകളൊന്നും വെറുതെ ഇരിപ്പിക്കൂല എന്ന് ബിഗ് ബോസ് കരുതി കൂട്ടി ഇറങ്ങി തന്നെയാണ്. എന്താ അറിയോ, ആകെ കുറച്ച് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പം തന്നെ ഇങ്ങനെ പണികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ഈ ഷപ്പന്മാർക്ക് എന്തൊക്കെ പണി കൊടുത്തിട്ട് എന്താ കാര്യം,
എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാട്ടിക്കൂട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി സ്കൂൾക്ക് പോയമാരിയാ. ഒരു മുട്ടായിക്കും വേണ്ടിയിട്ട് കുറേ കുട്ടികൾ തല്ലുകൂടൂലേ, അതേ അവസ്ഥ. ഇതിലിപ്പോൾ കളി അറിയുന്ന ആൾക്കാർ ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ എന്നുണ്ട്. ഈ രണ ഫാത്തിമയും ജസലും. ഇവർ രണ്ടാളും അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചുകൊണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിൽ കളിയൊക്കെ ഒന്ന് ടൈറ്റ് ആകണം. അതെന്തായാലും ബിഗ് ബോസ് ടൈറ്റ് ആക്കും. അല്ലാതെ ഇവലൊന്നും ചെലവും കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം കളി ടൈറ്റ് ആകുമോ അതോ ലൂസ് ആകുമോ എന്ന്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.